IPL മത്സരവേദിയാകാൻ ഒരുങ്ങുകയാണ് കാര്യവട്ടം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ മത്സരങ്ങൾക്കായി ശ്രമം നടത്തുന്നുണ്ട് എന്ന് KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മെസ്സി വരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടിയിട്ടില്ല. മികച്ച ഡ്രെയിനേജ് സംവിധാനം ഉള്ളതിനാൽ കാര്യവട്ടത്തെ മത്സരങ്ങൾക്ക് മഴ ഒരു തരത്തിലും ഇല്ലാനാകില്ല എന്നും KCA സെക്രട്ടറി പറഞ്ഞു. അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KCL ആവേശത്തിന് ആരവത്തിന് ഒരു വെല്ലുവിളി ഉയർത്താൻ ഇത്തവണ മഴയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. മത്സരങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ സംഘാടന മികവിന് KCLന്റെ സംഘാടക മികവിനായിട്ട് ആരാധകർ ഉൾപ്പെടെ കൈയടിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം ഉള്ളത് KCL സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് എസ് കുമാറാണ്. ഇത്തവണ എന്ത് മാറ്റമാണ് ഡ്രെയിനേജ് സംവിധാനത്തിൽ ഉൾപ്പെടെ വരുത്തിയിട്ടുള്ളത്? ഡ്രെയിനേജ് സംവിധാനം എല്ലാം പഴയത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും ആദ്യത്തെ ഒരു 1-2 ദിവസങ്ങളിൽ മഴയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്നും നമുക്ക് നല്ലവണ്ണം നടത്താനായിട്ട് പറ്റി. ഇതിൻ്റെ ഡ്രെയിനേജ് സംവിധാനമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു മുന്നേ ഏതെങ്കിലും അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുമ്പോഴോ ഒന്നും അങ്ങനെ ഒരു സ്റ്റേഡിയത്തിൽ മഴ ഒരു വലിയ ത്രട്ടായിട്ട് വന്നിട്ടില്ല. ഇവിടെ 2017 ആദ്യത്തെ മാച്ച് നടക്കുമ്പോഴും ഇന്ത്യ ന്യൂസിലാൻഡ് ഒരു മത്സരം നടക്കുമ്പോഴും അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് അതുകൊണ്ടായിരുന്നു. കാരണം അന്ന് രാവിലെ തുടങ്ങിയ മഴ ഒരു മത്സരം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്നിട്ടും അത്രയും ഹെവി ആയിട്ടുള്ളൊരു മഴ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളിവിടെ ഒരു 7 ഓവർ മത്സരം അന്ന് നടത്താൻ പറ്റിയെന്നുള്ളതാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ. അതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരം. പിന്നെ പൊതുവേ ട്രിവാൻഡ്രത്ത് മഴ കുറച്ച് കുറവാണ് മറ്റു ജില്ലയെ അപേക്ഷിച്ച്. അതുകൊണ്ട് എന്താണ് ഒരു ക്രിക്കറ്റ് ഫാൻസിനും അതുപോലെ ഓണം അടുത്ത് വരുന്ന സമയത്ത് അതും അവർക്കും ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ നല്ല മാച്ചുകൾ എപ്പോഴും ഒരു ചുരുക്കിയ ആ ഒരു മത്സരം കാണുന്നതിനേക്കാളും നല്ലതാണല്ലോ ഒരു ഫുൾ ലെന്തിലുള്ള 20 ഓവർ മത്സരം കാണുന്നത്. അപ്പോൾ അത് ഇനിയും അങ്ങനെ മഴ അധികം ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മെസ്സിയൊക്കെ വരികയാണ്, കാര്യവട്ടം പരിഗണനയിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് നമ്മുടെ അടുത്ത് അങ്ങനെ ഒഫീഷ്യലായിട്ട് അത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ പ്ലാനൊന്നും നമുക്കറിയത്തില്ല. അതിനി നമ്മളെ അറിയിക്കുമായിരിക്കും ഇനി എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കും ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു സീസൺ വരുന്നുണ്ടല്ലോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ കളിക്കാരോട് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ IPL മോഹങ്ങൾ ഉൾപ്പെടെയാണ് അവർ പങ്കുവെക്കുന്നത്. അത് നമുക്ക് ഒരു IPL മത്സരം ഈ കാര്യവട്ടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പാടുത്തവണ. IPL മത്സരങ്ങൾ അത് തീരുമാനിക്കുന്നത് IPL ടീമുകളാണ്. അപ്പോൾ അവർക്ക് ഇവിടെ അങ്ങനെ ഒരു നടത്താനായിട്ട് ഒരു അവരുടെ ഏതെങ്കിലും 1-2 മത്സരങ്ങൾ നടത്താനായിട്ട് സാധ്യത ഉണ്ടോ എന്ന് അല്ലെങ്കിൽ അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കും ചെറിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ RCBയുടെ റോയൽ ചലഞ്ചേഴ്സിന് അവരുടെ ആ സ്റ്റേഡിയത്തിൻ്റെ ഇഷ്യൂ കാരണം ചിലപ്പോൾ അവർ സൗത്ത് ഇന്ത്യയിൽ 1-2 മത്സരങ്ങൾ ബാംഗ്ലൂർ വിട്ട് നടത്താനായിട്ട് ഉദ്ദേശിച്ചാൽ സൗത്തിൽ പിന്നെ ഉള്ളത് IPL വേദി അല്ലാത്തത് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അതുകൊണ്ട് നടത്താനായിട്ട് ഒരു സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ചിലപ്പോൾ നടന്നേക്കും. ഇനിയും ആവേശവും ആരവവും ഒക്കെ ഉയർന്നു വരട്ടെ. KCLന് അഭിനന്ദന പ്രവാഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ക്യാമറമാൻ ഷമീമിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.